5 പൈസ കൂടും, അവിടെ 50 പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടി വരുമ്പോഴും നമ്മളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയിരുന്ന ഒരു വികാരമുണ്ടായിരുന്നു. എനിക്ക് 25 പൈസ നഷ്ടപ്പെട്ടാലും ഭാസ്കരേട്ടനാണല്ലോ അത് ഉപകാരപ്പെടുന്നത്, ഉസ്മാൻ കാക്കാന്റെ കുടുംബത്തിനാണല്ലോ അതിന്റെ പ്രയോജനം കിട്ടുന്നത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് എന്തിനാണ് ഭാസ്കരേട്ടന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങണം എന്ന നിർബന്ധം? ഉസ്മാൻ കാക്കാന്റെ പീടികയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിയേ അടങ്ങൂ നിങ്ങൾ എന്തിന് ശാഠ്യം പിടിക്കണം? നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സാധനങ്ങൾ വിലക്കുറവിൽ നൽകാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുമ്പോ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്? ആ ചോദ്യത്തിന് മുമ്പിൽ നമ്മളിലെ സ്വാർത്ഥൻ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. നമ്മൾ ഗവൺമെന്റിന് ജയ് വിളിച്ചുകൊണ്ട് പറയുന്നു, ശരിയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ, ഞങ്ങൾക്ക് ഭാസ്കരേട്ടന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങണം എന്നില്ല. അമേരിക്കൻ കമ്പനിയിൽ നിന്നായാലും ഞങ്ങൾക്ക് മെച്ചപ്പെട്ട സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടണം. ബ്രിട്ടീഷുകാരന്റെ കമ്പനി ആയാലും തിരക്കേടില്ല, മെച്ചപ്പെട്ട സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടണം. നമ്മളുടെ ആ സ്വാർത്ഥതയാണ് ഇന്ത്യ ഗവൺമെന്റ് വിറ്റ് കാശാക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദുബായിലും ഗൾഫ് മേഖലയിലുമൊക്കെ ഈ അതിസമ്പന്നന്മാരും കോർപ്പറേറ്റുകളും വലിയ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കി. മാത്രം അവരൊക്കെ നാട്ടിലേക്ക് കുത്തി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് ഈ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർക്കും 4-5 വർഷത്തിനുള്ളിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. ഒരു സംശയവും തർക്കവും വേണ്ട. എന്തിനാണ് അതിസമ്പന്നരെ ഇന്ത്യ ഗവൺമെന്റ് പ്രീതിപ്പെടുത്തുന്നത്? അവരുടെ സമ്പത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുവാൻ എന്തിനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലേക്ക് AICC കൊടുത്തത് 50 ലക്ഷം രൂപയാണ്. UDFന്റെ സഖ്യകക്ഷികൾ മത്സരിച്ചിടത്തേക്ക് AICC കൊടുത്തത് 25 ലക്ഷം രൂപയാണ്. AICC ഓഫീസിൽ എന്താ പണം കായ്ക്കുന്ന മരമുണ്ടോ? സോണിയാഗാന്ധിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനം ഉണ്ടോ യഥേഷ്ടം പണം കിട്ടാൻ? പാവപ്പെട്ടവന്റെ ജീവിത മാർഗങ്ങൾ ഇല്ലാതാക്കാൻ ഈ നാട്ടിലെ സമ്പന്നരിൽ നിന്നും ധനാഢ്യരിൽ നിന്നും കിട്ടിയ കൈക്കൂലിയുടെ വിഹിതമാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു പ്രത്യേക സംഭവ വികാസം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 200-ലധികം കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഇന്ത്യയുടെ പാർലമെന്റിലെത്തി എന്നുള്ളതാണ്. വിവിധ പാർട്ടികളുടെ ലെവലിൽ, വിവിധ വലതുപക്ഷ പാർട്ടികളുടെ ലെവലിൽ അവർ മത്സരിച്ചു. അവരുടെ പാർട്ടി സംവിധാനങ്ങളല്ല അവർ അവിടെ ഉപയോഗിച്ചത്. സ്ഥാനാർത്ഥിത്വം നൽകിയ പാർട്ടിയുടെ ചിഹ്നം മാത്രം മതിയായിരുന്നു അവർക്ക്. കോടിക്കണക്കിന് രൂപയാണ് അവർ ഇടിച്ചു തള്ളിയത്. ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു, വോട്ട് ചെയ്യിച്ചു, അവർ വിജയിച്ചു. ആ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും അവർക്ക് പങ്കാളിത്തമുള്ള ഷെയറുള്ള കമ്പനികളുടെ ധനലാഭത്തിനു വേണ്ടിയല്ലേ നിയമങ്ങൾ ഉണ്ടാക്കുക? അതാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുന്നിന്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം മരുന്ന് കമ്പനികൾക്ക് നൽകി. ഈ കോർപ്പറേറ്റുകൾക്ക് പങ്കാളിത്തമുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ മരുന്ന് കമ്പനികളും. മരുന്നിന്റെ വില നിശ്ചയിക്കുവാനും നിർണയിക്കുവാനുമുള്ള അധികാരം ഇന്ത്യ ഗവൺമെന്റിനായിരുന്നു. ആ അധികാരമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് മരുന്ന് കമ്പനികൾക്ക് നൽകിയത്. നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു നോക്ക്, മരുന്നുകൾക്ക് എത്ര കണ്ട് വിലയാണ് കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ വർദ്ധിച്ചത് എന്ന്. സ്തബ്ധമാക്കുന്ന മറുപടിയാകും നിങ്ങൾക്ക് കിട്ടുക. ഒരിരട്ടിയല്ല, 4, 5, 6, 10 ഇരട്ടി. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വരെ വില വർദ്ധിക്കുന്നു ഇന്ത്യയിൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് നൽകി. കോൺഗ്രസ് പറഞ്ഞത് പെട്രോളിയം കമ്പനികൾക്ക് പെട്രോളിയം
ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം നൽകിയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. എത്ര കണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത്? ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞില്ലേ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി? സബ്സിഡികൾ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ലേ? ശേഷിക്കുന്ന സബ്സിഡികൾ നേരിട്ട് ഇനി നമുക്ക് കിട്ടുകയില്ല, ബാങ്കിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. 50 രൂപ സബ്സിഡി കിട്ടാൻ ബാങ്കിലേക്ക് 100 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തു പോകണം നാട്ടുകാർ. 3 തവണ തുടർച്ചയായി ഈ സബ്സിഡികൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് സബ്സിഡി വേണ്ട എന്ന് ഗവൺമെന്റ് വിലയിരുത്തും. പിന്നീട് ആ സബ്സിഡി നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതിസമ്പന്നർക്കും ധനാഢ്യന്മാർക്കും മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർ, കുടിൽ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ, ചെറുകിട കച്ചവട വ്യാപാര മേഖലയിൽ ഏർപ്പെട്ടിരുന്നവർ, അവരെല്ലാം കഷ്ടപ്പാടിന്റെ ദുരിതങ്ങളുടെ കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇതിനെതിരായി ഇടതുപക്ഷ സംഘടനകൾ അതിശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംഘടിതമായി തകർക്കാനുള്ള നീക്കം വളരെ ആസൂത്രിതമായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിവിടുത്തെ കുത്തക മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു കോർപ്പറേറ്റുകൾ. സാമ്രാജ്യത്വ ശക്തികളെ അതിന്റെ കൂടെ കൂട്ടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കണം. അവരുടെ കണ്ണിൽ അവസാനത്തെ കരടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും നാട്ടിൽ നിന്ന് ഇല്ലാതാക്കിയാൽ ഈ നാട് അവരുടേതായി എന്ന് അവർക്കറിയാം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതാന്ധതയുടെ ശക്തികൾ, വർഗീയതയുടെ ശക്തികൾ, അവരും തഞ്ചം പോലെ തരം പോലെ ഈ പ്രക്രിയയിൽ ഭാഗവാക്കാവുന്നു. നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തിന് മഹിതമായ ഒരു മതേതര പാരമ്പര്യമുണ്ട്. ഒരു ബഹുസ്വര സാമൂഹ്യ സംവിധാനം, ഘടന നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മളുടേത്. ലോകത്ത് ഉയർക്കൊണ്ട എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട്. ലോകത്ത് ജനിച്ച എല്ലാ പാർട്ടികളും പ്രത്യയശാസ്ത്രങ്ങളും ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ സഹവർത്തിത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ? അല്ല. സ്വാതന്ത്ര്യാനന്തര ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണോ? അല്ല. പാർട്ടികൾ, ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിൽ സംഘർഷങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന ഭരണഘടനയ്ക്ക് ശേഷമല്ല ഇത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായത്. നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണത്. ഇന്ന് നമുക്ക് ഭരണാധികാരികളുടെ മതം, ജാതി, ഇതൊക്കെ പ്രശ്നമാണ്. അതൊന്നും ഒരു വിഷയമേ ആകാത്ത ഒരു കാലം നമ്മളുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ അശോക ചക്രവർത്തിയെ കുറിച്ച്? അശോക ചക്രവർത്തി ആദ്യം ഹിന്ദുമത വിശ്വാസിയായിരുന്നു. കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതം സ്വീകരിച്ചിട്ടും ചക്രവർത്തി പദത്തിൽ തന്നെ അദ്ദേഹം ഇരുന്നു. ഹിന്ദുമത വിശ്വാസികളായിരുന്നു അന്നും ഇന്ത്യയിൽ ഭൂരിപക്ഷം. തങ്ങളുടെ മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മതപരിത്യാഗം നടത്തിയ അശോകൻ ഇനി ഭരണത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ആരും അശോകനോട് പറഞ്ഞതായി ചരിത്രത്തിൽ എവിടെയും നാം കേട്ടിട്ടില്ല. അലക്സാണ്ടർ ചക്രവർത്തി തന്റെ ലോക സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കാൻ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയുടെ ഒരുപാട് ഭൂപ്രദേശങ്ങൾ അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി. അലക്സാണ്ടർ ചക്രവർത്തി ഞങ്ങളുടെ മതക്കാരനല്ല, അതുകൊണ്ട് അദ്ദേഹം നാട് വിട്ടു പോകണം എന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷ മതസമൂഹം പറഞ്ഞിട്ടില്ല. നീണ്ട 800 വർഷക്കാലമാണ് മുസ്ലിം രാജാക്കന്മാർ, ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചത്. 1 വർഷമോ 2 വർഷമോ അല്ല, നീണ്ട 800 വർഷക്കാലം തുടർച്ചയായി. ആ 800 വർഷ കാലയളവിനുള്ളിൽ ഒരിക്കൽ പോലും ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം ഏതെങ്കിലും ഭാഗത്ത് യോഗം ചേർന്ന് മുസ്ലിങ്ങളുടെ ഭരണം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട്
ഹിന്ദുക്കൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞതായി ചരിത്രത്തെ എവിടെയും വായിക്കാനോ രേഖപ്പെടുത്തിയതായിട്ടോ നമുക്ക് അറിവില്ല. 800 വർഷക്കാലം നീണ്ടുനിന്ന മുസ്ലിം ഭരണം ഇന്ത്യയിൽ അവസാനിക്കുന്നത് ഹിന്ദുക്കൾ നടത്തിയ കലാപത്തെ തുടർന്നല്ല. 1857 ഇന്ത്യയുടെ മഹത്തായ 1ാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറി. ആ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിരുന്ന അവസാനത്തെ മുഗള ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. അതോടുകൂടിയാണ് 800 കൊല്ലം ഇന്ത്യയിൽ നീണ്ടുനിന്ന മുസ്ലിം ഭരണത്തിന് തിരശ്ശീല വീണത്. പിന്നീട് ബ്രിട്ടീഷുകാരാണ് രാജ്യത്ത് ഭരണം നടത്തിയത്. വിശ്വാസം കൊണ്ട് ബ്രിട്ടീഷുകാർ ക്രൈസ്തവരായിരുന്നു. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിൽ നടന്നു. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ട വീതിയിൽ നിന്ന് ഒരു സമയത്ത് പോലും നമ്മൾ കേട്ടില്ല ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ നാടുവിട്ടു പോകണം എന്ന്. വിദേശികളായ ബ്രിട്ടീഷുകാർ നാടുവിട്ടു പോകണം എന്നാണ് നമ്മളുടെ രാജ്യം ഉച്ചൈസ്തരം പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ഒരു പൈതൃകം ഇന്ത്യ നിലനിർത്തി. 99% മതവിശ്വാസികളുള്ള ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം 17 വർഷക്കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിന് ഒരു മതത്തിലും വിശ്വാസമുണ്ടായിരുന്നില്ല. നെഹ്റു ഒരു ക്ഷേത്രത്തിലും ദർശനം നടത്തിയതായി അറിവില്ല. നെഹ്റുവിന്റെ എത്ര ഫോട്ടോകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. ഒരു തിലകം ചാർത്തിയ ഫോട്ടോ നെഹ്റുവിൻ്റെത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 17 വർഷ കാലയളവിൽ ഒരിക്കൽ പോലും ആരും ചോദിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, മതവിശ്വാസികളായ ഞങ്ങളെ ഭരിക്കാൻ ഈ ഭൗതികവാദിയായിട്ടുള്ള നെഹ്റുവിന് എന്തവകാശം എന്ന്. 1957 കേരളം രൂപീകൃതമായി. കേരളത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അന്നും കേരളത്തിൽ ഭൂരിപക്ഷവും മതവിശ്വാസികളായിരുന്നു. നിരീശ്വരവാദിയും ഭൗതികവാദിയുമായിട്ടുള്ള നാസ്തികനുമായിട്ടുള്ള സഖാവ് EMSന് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളെ ഭരിക്കാൻ എന്താണ് അവകാശം എന്ന് ആരും ചോദിച്ചിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ബക്കറ നങ്കൽ എന്നീ 2 അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നെഹ്റു ചെയ്ത വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: If anybody wants to see God, they may come here. This is the sanctum sanctorum of India. ആർക്കെങ്കിലും ഇന്ത്യയിൽ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയെ കാർഷിക സമൃദ്ധമാക്കാൻ ഉതകുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പ്രഖ്യാപിച്ചത്. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന്. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ദാഹജലം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പ്രസ്താവിച്ചത്. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന്. ആരും അതിനെതിരായി ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. ഇന്നായിരുന്നു ഒരു പ്രധാനമന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ അത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് എങ്കിൽ എന്താകും നാട്ടിലെ പുകിൽ? രാജ്യത്ത് മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ, എല്ലാ മതജാതി സംഘടനകളും തെരുവിലിറങ്ങി പ്രകടനം നടത്തുമായിരുന്നില്ലേ? അവർ ആവേശം കൊള്ളുമായിരുന്നില്ലേ വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ? പക്ഷേ നെഹ്റുവിന്റെ ആ ഒരു പ്രഖ്യാപനത്തെ ആരും എതിർത്തില്ല, ആരും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ല. ഇറ്റ് വാസ് ഇന്ത്യ. അതായിരുന്നു നമ്മളുടെ രാജ്യം. നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നൂറ്റാണ്ടുകൾ നമ്മൾ പുലർത്തിയ ആ പൈതൃകത്തെ ആധാരമാക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ പൈതൃകത്തിന്റെ പിന്തുടർച്ചയാണ് ഇന്ത്യയുടെ ഭരണഘടന. നമ്മൾ കരുതും അമേരിക്കയാണ് ഇന്ത്യയെക്കാൾ എത്രയോ മുന്നിൽ. പണത്തിന്റെ കാര്യത്തിൽ മുന്നിൽ അവരാകാം. പക്ഷേ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയെ പിന്നിലാക്കാൻ ലോകത്തൊരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ബരാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പത്രത്തിൽ നമ്മൾ വായിച്ചു. എന്തായിരുന്നു ആ വാർത്ത? അബ്രഹാം ലിങ്കൺ
ഏതൊരു ബൈബിളിൽ തൊട്ടുകൊണ്ടാണോ സത്യപ്രതിജ്ഞ ചെയ്തത്, അതേ ബൈബിളിൽ തൊട്ടുകൊണ്ടാണ് ബറാക് ഒബാമയും സത്യപ്രതിജ്ഞ ചെയ്തത്. അന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സാധുവാകണമെങ്കിൽ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അമേരിക്ക, അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ച്. അതല്ലാത്ത ഒരു സത്യപ്രതിജ്ഞ അസാധുവാണ്. മഹാഭാരതത്തിലോ രാമായണത്തിലോ തൊട്ടേ ഇന്ത്യയുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ രാജാക്കന്മാരും ഇന്ത്യയിലെ ചക്രവർത്തിമാരും സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇന്ത്യ അമേരിക്കയെ മറികടക്കുന്നത്. ദി മോസ്റ്റ് സിവിലൈസ്ഡ് പീപ്പിൾ എന്നാണ് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാറ്. ഏറ്റവും സംസ്കൃത ചിത്തരായിട്ടുള്ള ജനത ബ്രിട്ടീഷുകാരാണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാരന്റെ മതേതര മൂല്യങ്ങൾക്ക് മുന്നിൽ നമ്രശിരസ്കനാകാനേ കഴിഞ്ഞിട്ടുള്ളൂ. ക്രിസ്ത്യാനി മാത്രമായാൽ പോരാ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയാകാൻ. ക്രിസ്ത്യാനിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരൻ കൂടിയാവണം. ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടന്റെ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകാൻ ക്രിസ്ത്യാനി മാത്രമായാൽ പോരാ, ക്രിസ്ത്യാനിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരനാകണം. നമ്മളിൽ നിന്ന് വേറിട്ട് പോയി പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഇന്നുവരെ ഒരു മുസ്ലിം അല്ലാത്ത ആൾ അവിടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ, പ്രധാനമന്ത്രിയായിട്ടുണ്ടോ? ബംഗ്ലാദേശിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ പ്രസിഡന്റ് ആയിട്ടുണ്ടോ, പ്രധാനമന്ത്രിയായിട്ടുണ്ടോ? ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ അവിടുത്തെ ചക്രവർത്തിയോ രാജാവോ ആയിട്ടുണ്ടോ? മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഇന്ത്യയിൽ മൂന്നാമത്തെ പ്രസിഡന്റ് ആയത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഡോക്ടർ ഫഖറുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹവും ഇന്ത്യയുടെ പ്രസിഡന്റായി. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഇന്ത്യയിലെ 2% പോലും ഇല്ലാത്ത ഒരു മതവിഭാഗക്കാരനാണ്. സിഖ് സമൂഹത്തിന്റെ ഒരു ടിപ്പിക്കൽ രൂപമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. നമ്മളുടെ രാജ്യത്തിന്റെ അക്കാര്യത്തിലെ മഹത്വം ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. RSSകാരും സംഘപരിവാർ ശക്തികളും ഈ രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം മതി ഇന്ത്യയിൽ. ഒരുപാട് മതങ്ങൾ ഉണ്ടായാൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ബുദ്ധിമുട്ടാണ്. ഒരേ മതക്കാർക്ക് മാത്രമേ ഒരു രാഷ്ട്രമായി മുന്നോട്ട് പോകാനാകൂ എന്ന് ഹിന്ദു മഹാസഭ ഇന്ത്യയിൽ വാദമുന്നയിച്ചപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് ആ വാദം ഏറ്റെടുത്തു. അവർ പറഞ്ഞു, ഹിന്ദു മഹാസഭ പറയുന്നത് ശരിയാണ്. ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ സെപ്പറേറ്റ് നേഷൻസ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 പ്രത്യേക രാഷ്ട്രങ്ങളാണ്. അവർക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ആ വാദമാണ് അവസാനം മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലേക്ക് വഴി നടത്തിയത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന നാട് പകുത്തു കിട്ടി. നമ്മൾ കരുതിയത് പാകിസ്ഥാൻ സുഖ സൗകര്യങ്ങളോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ മുന്നോട്ട് പോകും എന്നാണ്. പാകിസ്ഥാനിൽ അവിടുത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രിമാർ എത്ര ആളുകൾ സ്വാഭാവിക മരണം പ്രാപിച്ചിട്ടുണ്ട്? വളരെ അപൂർവം, അത്യപൂർവം. ജിന്നാ സാഹിബ് മാത്രം വെടിയേറ്റ് മരിച്ചില്ല. അതിനു മുമ്പേ അദ്ദേഹം സ്വാഭാവിക മരണം പ്രാപിച്ചു. അയൂബ് ഖാൻ മുതൽക്ക് ഏറ്റവും അവസാനം ബേനസീർ ഭൂട്ടോ വരെ എന്തായിരുന്നു അവർക്കൊക്കെ സംഭവിച്ച ഗതി? മുസ്ലിങ്ങൾ മാത്രമുണ്ടായിരുന്ന പാകിസ്ഥാൻ, 95% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ എന്തിനു വീണ്ടും പിളർന്നു? ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം എന്തിനുണ്ടായി? ഇസ്ലാമിക സമൂഹം മാത്രമായിരുന്നില്ലേ പാകിസ്ഥാനിൽ? ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ലല്ലോ അവർക്ക്. അതിനൊരു കാരണമുണ്ട്. പാകിസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള കക്ഷി കേവല ഭൂരിപക്ഷം നേടി. വടക്കൻ പാകിസ്ഥാനിലെ പ്രമാണിമാരും സമ്പന്നന്മാരും വിദ്യാസമ്പന്നരുമായിട്ടുള്ള മുസ്ലിങ്ങൾ പറഞ്ഞു മുജീബ് റഹ്മാനോട്, സാമ്പത്തിക ശേഷിയില്ലാത്തവരും താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്നവരും വിദ്യാഭ്യാസമില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടി വന്ന്
പാകിസ്ഥാൻ ഭരിക്കാമെന്ന് മുജീബ് വ്യാമോഹിക്കേണ്ട. ആ പ്രസ്താവന പാകിസ്ഥാനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴി നടത്തി. അവസാനം ആഭ്യന്തര കലാപം അവസാനിച്ചത് പാകിസ്ഥാൻ പിളർന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ടായതോടുകൂടിയാണ്. ഒരേ മതക്കാർക്ക് ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ പിളർപ്പ്. വ്യത്യസ്ത മതവിഭാഗക്കാർക്ക്, ജാതി വിഭാഗക്കാർക്ക്, ഭാഷ സംസാരിക്കുന്നവർക്ക്, സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുമിച്ച് പോകാനാകും എന്ന് നമ്മൾ ഇന്ത്യ തെളിയിച്ചു കൊടുത്തു. ഏത് മതക്കാരനാവട്ടെ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായാൽ മതി. ആ മനസ്സ് ഈ രാജ്യത്തിനുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഒരുമിച്ച് പോകുന്നു. ഇപ്പോ ചില ആളുകൾ ചില വാദങ്ങൾ ഉന്നയിക്കുന്നു. മുസ്ലിങ്ങൾ എല്ലാവരും ഒരു പാർട്ടിയിൽ ചേരണം, അവർ ഒരുമിച്ച് നിൽക്കണം, ഇസ്ലാം മതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇന്ത്യയിലെ 15 കോടി മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ്. മുസ്ലിം ലീഗ് പറയുന്നത് പച്ചക്കൊടിയുടെ തണലിൽ ഈ 15 കോടി മുസ്ലിങ്ങളും ഒരുമിച്ച് അണിനിരക്കണം എന്നാണ്. ശരി, സമ്മതിച്ചു. 15 കോടി മുസ്ലിങ്ങളും ഒരു പാർട്ടിയിൽ ഒരു നേതാവിന്റെ കീഴിൽ അണിനിരന്നു. അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് സ്വാഭാവികമായും രാജ്യത്ത് സംഭവിക്കില്ലേ? 85 കോടി വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ഒരു പാർട്ടിയിൽ ഒരു നേതാവിന്റെ കീഴിൽ ഒരു കൊടി കീഴിൽ അണിനിരന്നാൽ എന്തായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കുക? തെരഞ്ഞെടുപ്പിൽ 15 കോടിയാണോ 80 കോടിയാണോ വിജയം നേടുക? ആർക്കാണ് വിജയം നേടാൻ സാധിക്കുക? ഒരു ഏറ്റുമുട്ടലിൽ 15 കോടി ഒരു ഭാഗത്തും 80 കോടി മറുഭാഗത്തുമായി നിന്നാൽ ആർക്കായിരിക്കും ജയം? ഇവരെന്താണ് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്? ആർക്കാണ് ഈ വാദം കരുത്താവുക? RSSനും BJPക്കും വളമാകുമെന്നല്ലാതെ ഈ വാദം കൊണ്ട് ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? മുസ്ലിങ്ങൾക്കുണ്ടാകുമോ നേട്ടം? ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുമോ നേട്ടം? ആർക്കും ഒരു നേട്ടവും ഉണ്ടാവില്ല. RSSനും BJPക്കും മാത്രമേ നേട്ടമുണ്ടാകൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് രാഷ്ട്രീയമായി അവരെ എതിർക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മതാടിസ്ഥാനത്തിൽ അവർ ഇസ്ലാമിക വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ് എന്നിങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കുഞ്ഞിരാമേട്ടനെ ചൂണ്ടി എങ്ങനെ പറയാൻ കഴിയും അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനും ഇസ്ലാമിക വിരുദ്ധനുമാണ് എന്ന്? ഈ നാട്ടിലെ മറ്റു മതസ്ഥരായിട്ടുള്ള സഹോദര സമുദായങ്ങളിൽ പെടുന്ന സഖാക്കളെ ചൂണ്ടി ആർക്കെങ്കിലും പറയാനാകുമോ അവർ മുസ്ലിങ്ങളും മുസ്ലിം വിരുദ്ധരും ഇസ്ലാമിക വിരുദ്ധരുമാണ് എന്ന്? മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ്, അതുകൊണ്ട് അവരുമായി കൂടാൻ പാടില്ല, അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. സമ്മതിക്കുന്നു ഞാൻ. നിരീശ്വരവാദത്തെക്കാളും വലിയ തെറ്റാണ് ഇസ്ലാമിൽ ബഹുദൈവാരാധന, ബിംബാരാധന. ഈ വാദം ലീഗ് പറയുമ്പോ ബഹുദൈവാരാധകരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ലീഗിന് പറയേണ്ടി വരില്ലേ? ബിംബാരാധകരായിട്ടുള്ള മറ്റു പാർട്ടികളിലെ ഹൈന്ദവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ലീഗിന് മതവിധി കൊടുക്കേണ്ടി വരില്ലേ? എന്തിനാണ് മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും പിൻബലത്തിൽ ഇടതുപക്ഷ സംഘടനകളുടെ സാന്നിധ്യത്തെയും സാമീപ്യത്തെയും ലീഗ് പ്രതിരോധിക്കുന്നത്? നിരീശ്വരവാദത്തിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദത്തിന്റെ കാര്യത്തിൽ രാജവമ്പാലകളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1967-കളിൽ സഖാ VMS എന്ന തികഞ്ഞ ഭൗതികവാദി, തികഞ്ഞ നാസ്തികൻ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന കാലം. അന്ന് ഈ ചെങ്കൊടിയുടെ കൂടെ പച്ചക്കൊടി കൂട്ടിക്കെട്ടിയപ്പോ ഈ നിരീശ്വരവാദത്തോടുള്ള എതിർപ്പ് എവിടെയായിരുന്നു? അന്ന് അനുവദനീയമായത്
ഇന്നെങ്ങനെയാണ് നിഷിദ്ധമായത് മുസ്ലിം ലീഗിന്? EMSന്റെ മന്ത്രിസഭയിൽ തൊപ്പിവെച്ച് CH-ഉം തൊപ്പിവെച്ച് അഹമ്മദ് ഗുരിക്കളും ഇരുന്നില്ലേ? തൊപ്പി ചെരിച്ചു വെക്കാൻ പറഞ്ഞോ EMS? തൊപ്പി ഊരി വെക്കാൻ പറഞ്ഞോ EMS? കോൺഗ്രസ് മുസ്ലിം ലീഗിനെ നീണ്ട 10 കൊല്ലം അധികാരത്തിന്റെ ഇടനാഴികളിൽ പോലും കയറ്റാതെ മാറ്റി നിർത്തിയപ്പോ ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റുകാരനുമാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് മന്ത്രിപദം ആദ്യമായി കേരളത്തിൽ നൽകിയത്. 1957 ലീഗിന്റെ ശുപാർശയില്ലാതെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നു. 1967 ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സ്ഥാപിതമായി എന്ന് പറയുന്ന സംഘടനയുമായി